എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർക്കറ്റ് ഓപ്പണിങ്ങിൽ കുറച്ച് താഴെ പോയെങ്കിലും നല്ല രീതിയിൽ മാർക്കറ്റ് തിരിച്ച് ഷോർട്ട് കവറിങ് പോലെ കയറി വന്നിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി ഏകദേശം 0.5% മുകളിൽ പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ബാങ്ക് നിഫ്റ്റി പ്ലസിൽ പോയെങ്കിലും തിരിച്ച് മൈനസിൽ പോയി ക്ലോസ് ചെയ്തു. ഇന്നത്തെ മാർക്കറ്റ് എനിക്ക് തോന്നുന്നു ഇന്നലെ മാർക്കറ്റിനകത്ത് ഹെവി ഫോളായിരുന്നില്ല, അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ളൊരു ഷോർട്ട് കവറിങ് പോലെ വന്നെന്ന് മാത്രമാണ് എനിക്ക് തോന്നുന്നത്. വരും ദിവസങ്ങളിൽ വീണ്ടും മാർക്കറ്റ് താഴെ പോകാനാണ് ചാൻസ് കൂടുതൽ, പ്രത്യേകിച്ച് മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും. അപ്പോൾ ഇന്നലെ മിഡ് ക്യാപ്പ് ആണെങ്കിൽ 4% മുകളിൽ ഡൗൺ ആയിരുന്നു, സ്മോൾ ക്യാപ്പ് 5% മുകളിൽ ഡൗണിൽ പോയിട്ടുണ്ടായിരുന്നു. ഷെയർസിനകത്തൊക്കെ നല്ല കറക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ക്വാളിറ്റി കമ്പനികളൊക്കെ നോക്കി വെച്ചിട്ട് അതിൽ ചെറിയ എൻട്രി എടുത്ത് ഡെലിവറി എടുക്കുന്നവരത് ചെറിയ രീതിയിൽ അക്യുമുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നലെ നമുക്ക് ഇന്നത്തെ ദിവസം ട്രേഡ് ചെയ്യാൻ വേണ്ടി അധികം ഷെയറൊന്നും കിട്ടിയിരുന്നില്ല. ഒരു 7 ഷെയർ എങ്ങാണ്ടുണ്ടായിരുന്നു. അതിലും ഒരു ഷെയർ പോലും മൂവ്മെൻ്റുള്ള ഷെയർ ഉണ്ടായിരുന്നില്ല. ഒരു ഷെയർ മാത്രമാണ് നമുക്ക് മൂവ്മെൻ്റുള്ള ഷെയർ കിട്ടി. പക്ഷേ അതിൽ നമുക്ക് വലിയ ചാൻസുകളൊന്നും തന്നില്ല. ചെറിയ 4-5 രൂപയുടെ പ്രോഫിറ്റ് ചെയ്യത്തക്ക രീതി ട്രേഡിങ് കിട്ടി. പക്ഷേങ്കിൽ 2 ഷെയറിനകത്ത് മാത്രമേ നമുക്ക് ചാൻസ് തന്നിട്ടുള്ളായിരുന്നു. ഇന്ന് നമുക്ക് പക്ഷേങ്കിൽ നല്ല രീതിയിൽ 18 ഷെയറോളം നല്ല രീതിയിൽ മൂവ്മെൻറ്റ് നടന്ന ഷെയറുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ ഷെയറിനകത്തെ 8 ഷെയറോളം 15% മുകളിലാണ്. 8 ഷെയർ 15% മുകളിലാണ്. ഈ ഷെയറിനകത്തൊക്കെ ഈ R1 R2 റേഞ്ച് വരാൻ സാധ്യത കൂടുതലാണ്. ഓപ്പണിങ്ങിലൊക്കെ ഈ റേഞ്ച് വന്നു കഴിഞ്ഞാൽ വന്നിട്ട് തിരിച്ചിറങ്ങിയാൽ ഈ ലെവലിന് താഴോട്ട് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇറങ്ങിപ്പോകാൻ ചാൻസ് കൂടുതലാണ് ഈ ഷെയറിനകത്ത്. ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഷെയർ ഒന്ന് ആക്ഷൻ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഈ AC. ഇത് വന്നിട്ട് നാളെ ഒരു 1300 മുകളിൽ പോയതിന് ശേഷം ഈ 1294 കട്ട് ചെയ്ത് താഴോട്ട് ഇറങ്ങിയാൽ നമുക്ക് നല്ല എൻട്രി കിട്ടും. അതുപോലെ ഈ ITI എന്ന് പറയുന്ന ഈ ഷെയറും ഒരു 300 വന്നാൽ നല്ലതാണ്. അതല്ല എങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 300 വന്നിട്ട് ഈ 295 കട്ടിയാണ് ഓക്കെ. അതല്ല എങ്കിൽ 285 ഒക്കെ പോയിട്ട് 280ക്ക് താഴെ വന്നാൽ നമുക്ക് ചാൻസ് എടുക്കാം. അതുപോലെ ഈ BLS എന്ന് പറയുന്ന ഷെയറും 350 മുകളിൽ പോയതിന് ശേഷം R1 ഒന്നും പോകാതെ ഈ പ്രീവിയസ് ഡേ ഹൈ കട്ട് ചെയ്ത് താഴോട്ടിറങ്ങി നമുക്ക് സെല്ല് ചെയ്തിട്ട് അന്നേരം വന്ന ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇടാം. എക്സിക്കോമും ഓപ്പണിങ് ചിലപ്പോൾ R1 വരാൻ ചാൻസ് ഉണ്ട്. വന്നിറങ്ങുവാണെങ്കിൽ നല്ല എൻട്രി എടുക്കുക. പിന്നീട് ഇന്ത്യൻ ഹ്യൂമും അതുപോലെ 300 പോയിട്ട് ഇറങ്ങുമെന്നായിരിക്കും ഇച്ചിരി നല്ലത്. എന്നാലും ഈ ലെവലിന് മുകളിൽ പോയിട്ട് ഇറങ്ങുന്ന കണ്ട നമുക്ക് എൻട്രി എടുക്കാം. R1 മുകളിൽ പോയിട്ട് എടുക്കുക. ഫാക്റ്റ് ശ്രദ്ധിക്കുക. ഫാക്റ്റും 700 മുകളിലൊക്കെ പോയിട്ട് ഇറങ്ങിയ ചാൻസ് എടുക്കാം. 716-20 ഈ R1 പോയിട്ട് ഇറങ്ങിയ അതാണ് ഏറ്റവും നല്ലത്. പക്ഷേ 700 മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങുന്ന കണ്ടാൽ നമുക്ക് എൻട്രി എടുക്കാം. നേരത്തെ ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇടണമെന്ന് മാത്രമേ ഉള്ളൂ. ജെനസിസും എൻ്റെ ഒരു കാൽക്കുലേഷൻ നാളെ ഇന്ന് ലാസ്റ്റ് ടൈമിലാണ് ഒരു ഹെവി മൂവ്മെൻറ്റ് വന്നത്. അപ്പോൾ നാളെ ഇത് 600 മുകളിൽ പോയിട്ട് 600 താഴെ ഇറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കാം. ഈ സോളാർ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഷെയർ അവോയ്ഡ് ചെയ്യുക. കാരണം ഹെവി മൂവ്മെൻ്റ് ആണ്, തന്നെയല്ല വോളിയം കുറവായിരിക്കും ഷെയറിനകത്ത്. അപ്പോൾ നോർമൽ ട്രേഡേഴ്സൊക്കെ അതിൽ ചെയ്താൽ പണി കിട്ടും. 10 ഷെയറിലൊക്കെ 10,000-2,000 രൂപയൊക്കെ പ്രോഫിറ്റ് ലോസ് അങ്ങനെയൊക്കെ മൂവ്മെൻറ്റ് കാണിക്കുന്ന ഷെയറുകളാണ്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആ ഷെയർ. അതുപോലെ ഈ ഇന്നത്തെ ആവറേജും ഇന്നത്തെ ക്ലോസിങ്ങും തമ്മിൽ ഏകദേശം അടുത്തടുത്താണ് ഈ ഗോഡ്ഫ്രേ ഫിലിപ്പിൻ്റെ. അപ്പോൾ ഈ ഷെയർ ഓപ്പണിങ്ങിലൊരു 25-30 രൂപ ഹൈയിൽ പോയിട്ട് ഈ ലെവല് ഈ ആവറേജ് ഷെയർ പ്രൈസിന് താഴെ പോവുകയാണെങ്കിൽ നമുക്കൊരു പ്രാവശ്യം നല്ലൊരു പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. എൻ്റെ ഒരു കാൽക്കുലേഷൻ ഇത് കട്ട് ചെയ്ത് താഴെ പോകണമെങ്കിൽ ഒരു പ്രാവശ്യം 3000-ന് താഴെ ഇറങ്ങും ആ ഷെയർ. അതുപോലെ RVNL-ലും 250 മുകളിൽ പോയിട്ട് 248-ന് താഴെ ഇറങ്ങിയ ചാൻസ് എടുക്കാം. അതല്ല 256 പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ഏറ്റവും നല്ലത്. പിന്നീട് ഈ സിഗ്നിടെക് എന്ന് പറയുന്ന സിഗ്നിടെക് ഇത് 1247 1250 പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലതാണ്. അതല്ല 1220-30 റേഞ്ച് പോയിട്ട് 1213 കട്ട് ചെയ്ത് താഴോട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് നല്ല ചാൻസ് കിട്ടാൻ സാധ്യത ഉണ്ട്.
അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഷെയറിനകത്തെല്ലാം ഒന്നുകിൽ ഇന്നത്തെ ഹൈയുടെ മുകളിൽ പോയതിന് ശേഷം ഇറങ്ങുക, അതല്ല എങ്കിൽ R1 R2 R3 റേഞ്ച് ഏത് റേഞ്ചിലാണോ പോയിട്ട് ഫസ്റ്റ് റിവേഴ്സ് ആവുന്നത് അവിടെയാണ് എൻട്രി ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞുതരാം. ഈ എക്സിക്കോ എന്ന് പറഞ്ഞ ഷെയർ, അതിൻ്റെ R1 224.35, R2 236. അപ്പം ഈ ഒരു ഷെയർ 238.40 വരെ പോയിട്ട് 236 കട്ട് ചെയ്താൽ നമുക്കിവിടെ ഒരു എൻട്രി വരും. നമ്മളവിടെ എൻട്രി എടുക്കും, 40 മുകളിൽ കൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇടും. അതിൽ താഴെ പ്രോഫിറ്റ് ഒരു 5 രൂപ പ്രോഫിറ്റ് ഇടും. നമ്മൾ ബുക്ക് ചെയ്തു, അന്നേരം കാണാം ഇത് നേരെ 224 താഴോട്ട് പോകുന്നു. അപ്പം നമ്മൾ ചെയ്യുന്ന രീതി വെച്ച് ആൾക്കാർ പറയും R1 താഴെ പോയി അവിടെ എൻട്രി എടുക്കാം. പക്ഷേ ഇവിടെ ഇങ്ങനെ മൂവ്മെൻറ്റ് വരുമ്പോൾ നമ്മൾ അവിടെ ഈ 224 താഴെ പോകുമ്പോൾ ട്രേഡ് എടുക്കരുത്. കാരണം അത് താഴെ വരുന്നത് എവിടുന്നാണ്? ഈ 236 ഇറങ്ങിയാണ് 224 പെട്ടെന്ന് വരുന്നത്. അപ്പോൾ നമ്മളെന്തോ ചെയ്യേണ്ടത്, ഇവിടെ എൻട്രി എടുക്കാതെ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ നോക്കണം ഈ 224-ൻ്റെയും 236-ൻ്റെ ഇടയിലാണോ ആവറേജ് ട്രേഡ് പ്രൈസ് എന്ന് ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ഷെയർ തിരിച്ച് ആവറേജ് പ്രൈസ് കയറി വരാനുള്ളൊരു പ്രവണതയുണ്ട്. അപ്പോൾ ആ ആവറേജ് പ്രൈസിന് ടച്ച് ചെയ്തോ അതിന് മുകളിലോ പോയിട്ട് ആവറേജ് ട്രേഡ് പ്രൈസിന് താഴോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് നല്ല ക്വാണ്ടിറ്റിയിൽ ഷെയർ എടുത്ത് നമുക്ക് നല്ല പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് അവിടെ എടുക്കേണ്ടത്. നമ്മുടെ ഫ്രണ്ട്സൊക്കെ കാണിക്കുന്ന ഒരു ഏറ്റവും വലിയ തെറ്റാണ് 236 ഇവിടുന്ന് എടുത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം അന്നേരം തന്നെ അത് 224 പറ്റത് 224 താഴെ പോയി പെട്ടെന്ന് എൻട്രി എടുക്കുക. അങ്ങനെയല്ല എടുക്കേണ്ടത്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ പോലെ തന്നെ എടുക്കണം. ആവറേജ് ട്രേഡ് പ്രൈസിന് വന്നിട്ട് ഇറങ്ങുമ്പം അവിടെ ഇതിൻ്റെ ഇടയിലുള്ള ആവറേജ് ട്രേഡ് പ്രൈസിൽ വന്നിട്ട് ഇറങ്ങുമ്പം എടുക്കണം. അതല്ല എങ്കിൽ ചെയ്യരുത്, അങ്ങനെ പോയി. പിന്നീട് നമ്മൾ വേറൊരു ഇത് ചെയ്യുന്നത്, ഇപ്പോൾ 224 230 പോയിട്ട് 224 ഇറങ്ങുമ്പോൾ നമ്മൾ എൻട്രി എടുക്കും. നമ്മൾ എൻട്രി എടുത്തു, അത് 218 19 വന്നു, നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു, അല്ലെ ബുക്ക് ചെയ്തില്ല, തിരിച്ചിത് നേരെ 230 മുകളിൽ ട്രേഡായി. ഇപ്പോൾ ഹൈ പ്രൈസിന് മുകളിൽ ജസ്റ്റ് ഒന്ന് ട്രേഡായി, തിരിച്ച് വീണ്ടും ഇറങ്ങി 224 താഴെ പോയെങ്കിൽ ഈ ഷെയർ നല്ല രീതിയിൽ ഇറങ്ങിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. കാരണം ആ ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടതെല്ലാം കൂടെ തൂത്തുവാരിക്കൊണ്ട് പോകാൻ വേണ്ടിയാണ് അവൻ ആ കയറി വന്ന് ഹൈ ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല രീതിയിൽ എൻട്രി എടുക്കാൻ പറ്റും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. പക്ഷെ പലരും തെറ്റ് കാണിക്കുന്നതായിട്ട് എനിക്ക് അറിയുന്നുണ്ട്. എനിക്ക് മെസ്സേജ് ഇടുമ്പം എനിക്ക് ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട് അവർ ചെയ്യുന്ന തെറ്റാണ് ഞാൻ ഈ പറഞ്ഞ് കേൾപ്പിച്ചത് ഇപ്പം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എൻ്റെ ഒരു കാൽക്കുലേഷൻ വീണ്ടും മാർക്കറ്റ് ഇറങ്ങാൻ തന്നെയാണ് ചാൻസ്. നാളെ ചിലപ്പോൾ അറിയത്തില്ല, നാളെ ചിലപ്പോൾ മോർണിംഗിൽ നല്ല പ്ലസിൽ പോയിട്ട് ഈവനിങ്ങിലായിരിക്കാം. എന്തായാലും മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും സെല്ലിങ് വീണ്ടും വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ സൂക്ഷിച്ച് ചെയ്യുക. നമ്മൾ പിന്നെ ഷോർട്ട്സ് അല്ലാണ്ട് കുഴപ്പമില്ല, നമ്മൾ നോക്കി ചെയ്താൽ മതി. ഇൻട്രാഡേ ആണ് ചെയ്യുന്നത്. അത് നമ്മളിപ്പം എൻട്രി എടുക്കുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇട്ട് വേണം ചെയ്യാൻ. നമ്മൾ എൻട്രി എടുത്താൽ ഹൈയുടെ മുകളിൽ കൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇടുക. അതല്ല നമ്മൾ എൻട്രി എടുക്കുന്നിടത്തുനിന്ന് ഒത്തിരി ഹൈയിലാണെങ്കിൽ ഒന്നുകിൽ നമ്മൾ ആ ഷെയർ അവോയ്ഡ് ചെയ്യുക. അതല്ല എങ്കിൽ അന്നേരത്തെ നമ്മുടെ ഒരു യുക്തിക്ക് അനുസരിച്ചുള്ള ഒരു സ്റ്റോപ്പ് ലോസ് ഇടുക. ഇപ്പോൾ എക്സാമ്പിൾ പറയാം, ഇതിപ്പം 240 പോയി, 240 പോയി 236 എൻട്രി എടുത്തു. ഇവിടുന്ന് ഇങ്ങനെ താഴോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ 224 ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ ആവറേജ് ട്രേഡ് പ്രൈസ് എടുത്തു, താഴോട്ട് ഇറങ്ങുമോ എന്ന് നോക്കാൻ വേണ്ടി. അപ്പം നമ്മൾ ഇപ്പോൾ 240 നമ്മൾ 224 നമ്മൾ ട്രേഡ് എടുത്തതെങ്കിൽ നമ്മൾ 240 സ്റ്റോപ്പ് ലോസ് ഇട്ട് ഒത്തിരി ഇതായിപ്പോവും. എന്താണ് പറയുന്നത്, ഹെവി ലോസ് ആയിപ്പോൾ, അഥവാ അത് സ്റ്റോപ്പ് ലോസ് അടിച്ചു പോയെങ്കിൽ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഒന്നുകിൽ ഈ 236 മുകളിൽ നിൽക്കുന്ന കണ്ടാൽ കട്ട് ചെയ്ത് കളയുക. അതല്ല എങ്കിൽ ഇതിനിടയിലുള്ള ആവറേജ് ട്രേഡ് പ്രൈസിന് മുകളിൽ നിൽക്കുന്ന കണ്ടാൽ കട്ട് ചെയ്ത് കളയുക. അത്രയും റിസ്ക്കേ നമ്മൾ എടുക്കാവൂ. അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്തു, അത് എടുക്കണ്ട, അതിൽ ട്രേഡ് എടുക്കണ്ടെന്ന് വെക്കുക. ഓക്കെ, അപ്പം ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ. കഴിഞ്ഞ ദിവസം ഈ ട്രേഡ് എടുക്കാൻ കിട്ടിയ ഷെയറിനകത്തൊന്നും നല്ല ചാൻസ് ഇല്ലായിരുന്നു. 2 ഷെയറിനകത്ത് ചെറിയ ചെറിയ ചാൻസ് ഉണ്ടായിരുന്നു, അത്രയേ ഉള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അത് കൂടുതലായിട്ടൊന്നും പറയാത്തത്. ഓക്കെ, അപ്പം എല്ലാവർക്കും നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.